അപ്പൊ ഇത് ഇടും വിച്ചറട്ടെ. അതാണ് ഞാൻ അതാണ് പറഞ്ഞത്. തൈര് ഒഴിച്ച് എനിക്ക് ആദ്യം വേണ്ട ഒരു താത്ത ഓരോരുത്തർക്ക് കൈമാറിക്കോട്ടെ. എല്ലാവരും വരും, എല്ലാവരും വരും. എല്ലാവർക്കും 2 കൊടുക്കും. കൈയുടെ പേര് പറഞ്ഞു. കൈയിന്റെ പേരാ സവാള എന്താണ് ഞാന് ലൈവ് ചെയ്യും. ഒറ്റയ്ക്കൊന്ന് ലൈവ് ചെയ്യും. നമ്മള് ദഹി പൂരി ഉണ്ടാക്കാൻ പോകണം കേട്ടോ. എഡിറ്റിംഗ് ഒന്നും ഇല്ലാത്ത വീഡിയോ ആണ്. ഇങ്ങനെ തന്നെ നമ്മൾ ഇടാൻ പോകണ്. ദഹി പൂരി ഉണ്ടാക്കാൻ പോകണം. അതിനുള്ള സാധനങ്ങളൊക്കെ ഇതാ റെഡിമെയ്ഡ്. ഇതൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ. പൂരി വീട്ടിലുണ്ടാക്കിയതല്ല, പൂരി നമ്മൾ വാങ്ങിയത്. ചാറ്റ് മസാല, പിന്നെ ഇതെന്താണ്, ഇത് നിലക്കടല, എന്താ പറയാ, നിങ്ങളെന്താ പറയാ, ഗ്രൗണ്ട് നട്ട്, നിലക്കടല. ഞാൻ ക്യാമറാമാൻ, ഇന്ന് ഞാൻ ക്യാമറാമാനാണ് കേട്ടാ. നമുക്ക് തിന്നാൻ മാത്രമേ അറിയുള്ളൂ. ഇതിലെ നമ്മുടെ സഹോദരിമാരുണ്ട് ഇവിടെ കുക്കിങ്ങിന്. ഇത് പുളി ഞാൻ റെഡിയാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടാ. ഇതിൽ നമ്മൾ പുളിയും ഡേറ്റ്സും കൂടെ ആക്കിയതാണ് കേട്ടാ. പുളിയും ഡേറ്റ്സും കണ്ടില്ലേ, കുറേ കൈകളുണ്ട് ഇവിടെ. ക്യാമറയിൽ കുറേ വീഡിയോയിൽ എഡിറ്റിങ് കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യണില്ല. ഇതാണ് നമ്മളുടെ ഒറിജിനൽ. ഞങ്ങൾ എല്ലാവരും കൂടെ കൂടുമ്പോൾ ഇതാണ് സംഭവം. ബാക്കിയൊക്കെ നമ്മുടെ ക്യാമറൻ്റെ പുറത്തുള്ള കാഴ്ചകളാണ്. ഇവിടെ ക്യാരറ്റ് ഒരാൾ ചീകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഒരാൾ കടല തൊലി കളഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. അപ്പം ഞങ്ങൾ ഇന്നൊരു അടിച്ചു പൊളിക്കലാണ്. എന്താണെന്നൊന്നും അറിയില്ല, എന്തൊക്കെ ആവുന്നൊന്നും അറിയില്ല. എവിടെ മതിയാവുന്നു പറ. മട്ടൻ ബിരിയാണിയാണത്. മട്ടൻ ബിരിയാണി അല്ല, അത് മട്ടൻ ബിരിയാണി. അതന്നെ, മട്ടൻ ബിരിയാണി, വെജിറ്റബിൾ റൈസ്, പുലാവ്. ഞങ്ങള് പറഞ്ഞു ഞങ്ങള് വെജേ കഴിക്കുള്ളൂ, മട്ടൻ ബിരിയാണി കഴിക്കില്ല. അപ്പൊ പിന്നെ ഞങ്ങക്ക് വെജ് തന്നെ. അപ്പൊ അവര് ആലോചിച്ചിട്ടുണ്ടാവും, ഇത് നമ്മൾ അടുത്ത പെരുന്നാളിന് വിളിക്കുമ്പോ അവര് ആലോചിക്കും. ഞാൻ നെയ്യ് ഒഴിക്കാൻ വന്നപ്പോ ഒന്നും വേണ്ടിയില്ല. ഞാൻ എനിക്ക് വേണ്ട പറഞ്ഞു, നെയ്യാന്ന് മനസ്സിലായപ്പോ എനിക്ക് വേണ്ട. നമ്മള് വന്ന് ഷുഗർ സിറപ്പാന്ന് ഞാൻ വിചാരിച്ചത്. മട്ടൻ ബിരിയാണി അല്ല നമ്മുടെ മാനോ പല ഐറ്റംസ് റെഡിയാക്കണല്ലേ പെരുന്നാൾക്കൊക്കെ. 30 ദിവസം ഓരോ ഐറ്റംസ്. അവരെന്തോ തന്നതാണെന്തോ തന്നതില് ഗുലാബ് ജാം തന്നതാണ്. കാപ്പിയാണ് താഴെ അതിലുണ്ട്. അതന്നെ ഓയിൽ, അതെടുത്തു. അപ്പൊ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയി വരുന്നുണ്ട്. സവാള, ക്യാരറ്റ്, മല്ലിയില, തൈരല്ല ഇത് പുളി. തൈര് എവിടെ? കാണിക്കണം. ഇതാണ് ഇതിന്റെ ഐറ്റം. താരം തൈര് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. തൈര് ഇവിടെ ഒരാൾ റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും നമ്മുടെ താത്താന്റെ മോള്, ഇക്കാടെ മോള്. മൈദ ഉണ്ട്, മൈദ ഏതോ മേലെയുണ്ട്. എത്ര വേണം? കുറെ വേണം. തൈര് നന്നായി കലക്കുക. ഉരുളക്കിഴങ്ങ് അതന്നെ ഓയിൽ ഒഴിച്ചോ. ക്ലാസ്സിൽ വെച്ച് തന്ന ഓയിലാണ്. അതിനെ രാവിലെ പൂരി ഉണ്ടാക്കി. കളർ മാറില്ലേ? ഇത് വേണ്ട. പോരാലോ, മുങ്ങണ്ടേ? പൂരി മുങ്ങണല്ലോ. മക്കളൊക്കെ അവിടെ വെളിയിൽ പൊരിഞ്ഞ കളിയാണ്. ചിന്നുന്റെ മിന്നു ഒക്കെ അവിടെ എണ്ണ ചൂടായിട്ടാ. റെഡ് അലർട്ടാണ്. എണ്ണ ചൂടായി. തുണി അതോ അവിടെ ഉണ്ട്. ഉരുളക്കിഴങ്ങിന്റെ എൻ്റെ ഉമ്മാക്കും അങ്ങനെ തന്നെയാണ്.
എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂരികളൊക്കെ വറുത്തെടുക്കാം. ഇല്ല കരിഞ്ഞിട്ടില്ല. ഉരുളക്കിഴങ്ങ് അതിനല്ലേ ഞാൻ അതിന്റെ മേലെ കയറി നിക്കണത്. ഹൈറ്റ് കൂടിയ ആള് വേണമെന്നല്ലേ. എന്റെ കൈ തെറിക്കല്ലേ. ഇതിലാക്കട്ടെ. അപ്പൊ ഞാൻ വേണ്ട, അത് വേണ്ട. വേറെ നല്ല പാത്രം വെള്ള കളർ സിമ്മാക്കണ. എണ്ണ സിമ്മാക്കണ. ചൂട് കൂടുതലായ നല്ല ചൂടായല്ലോ. സമ്മതിക്കില്ല തന്നെ ഇടാൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞതൊക്കെ അത് കുഴപ്പമില്ല, അതെടുത്തോളൂ. അതെന്ത് ചെയ്യാ? അത് നമുക്ക് വെറുതെ ഷാഹിദിന് തിന്നാൻ കൊടുക്കാം. അത് കരിയാൻ പറ്റില്ല. കുട്ടിക്ക് മലയാളം പറയാനും അറിയണില്ല. കരിയാൻ പാടില്ല പറ കുട്ടി. ഒരാളെ ശ്രദ്ധിക്കുമ്പോ രണ്ടാള് സപ്ലൈ ഇതെന്താ ഒരു വെളിച്ചമേ ഇല്ല എൻ്റെ ഫോണ്. ആമിനാസ് അടുക്കള. ആമിനത്താത്ത വീഡിയോ ഇട്ടിരിക്കണം. ഇവിടെ ഇടയിൽ പരിപാടി നടക്കുന്നുണ്ട്. ഉരുളൻകിഴങ്ങും സവാളയും പിന്നെന്താണ് ഇട്ടോളൂ എന്താണ് മല്ലിയില, മിക്സർ, അങ്ങനെ എല്ലാം കൂടെ ക്യാരറ്റ്, അങ്ങനെ എല്ലാം കൂടെ മിക്സ് ആക്കലാണ്. അപ്പൊ ഇത് കണ്ടിട്ട് ദഹിപൂരി ഉണ്ടാക്കുന്നവര് ദയവ് ചെയ്ത് നിങ്ങളിങ്ങനെ കുറെ പേരിനെ വിളിക്കുന്നത്. നന്നായി കൈകൊണ്ട് കുഴച്ചെടുക്കുക. നമ്മള് വെളിയിൽ പോയിട്ട് തിന്നുമ്പോ നമ്മൾ വിചാരിക്കും ഓ എന്തൊരു എളുപ്പം. പക്ഷെ അതിന്റെ പിന്നിൽ ഇത്രയും പണികൾ ഇത്ര ആൾക്കാർ. അവിടെ പോയിട്ട് നമ്മൾ 2 എണ്ണം 3 എണ്ണം പറഞ്ഞ് ഓർഡർ കൊടുക്കുമ്പോ ഓ ഇപ്പൊ കിട്ടും. നല്ല ഭംഗിയില്ലേ കാണാൻ. പക്ഷെ ഒന്നും ക്ലിയർ ഇല്ല കേട്ടാ, ക്ലിയർ ഇല്ല. പക്ഷെ നല്ല യെല്ലോ കളറാണ്. പക്ഷെ എൻ്റെ ക്യാമറയിൽ കാണുന്നില്ല. ഉപ്പും മുളകും എടുക്ക്. ഇവിടെ ഒരാളെ നിന്നെ മറപ്പിച്ച ഒറിജിനാലിറ്റി വരില്ല. അതെ, ഉണ്ടാക്കി പറയുന്ന പോലെ എണ്ണ സൂക്ഷിച്ചോട്ടാ. എൻ്റെ വയറാണ് ഫസ്റ്റ് നിൽക്കും. എനിക്ക് പേടിയുണ്ട് സത്യമായിട്ട്. ഞാൻ നേരത്തെ ഇവിടുന്ന് മാറിപ്പോയി തന്നെ. കാരണം നല്ല പൊക്കമാണല്ലോ, അതുകൊണ്ട്. അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ തകൃതിയെ നടക്കുന്നുണ്ട്. എത്ര പേര് ഇത് ഫുള്ള് കാണുന്നൊന്നും എനിക്കറിയില്ല. ബോറടിച്ചിട്ടൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഓടുന്നു തോന്നുന്നുണ്ട്. മുളക് പൊടിയും മല്ലിപ്പൊടി അങ്ങോട്ട് വെക്കി, ഉപ്പും മുളകും അവിടെ വെക്കി. ഒരു നല്ല ചന്തമുള്ള ഒരു പ്ലേറ്റ് വേണം. ചന്തമുള്ള പ്ലേറ്റ് വേണം അറേഞ്ച് ചെയ്യാൻ. അയ്യോ, പ്ലേറ്റ് മീൻസ് എന്താ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനത്തെ പ്ലേറ്റ് ആണോ ഉദ്ദേശിക്കുന്നത്? അതാ അവിടെ ഉണ്ട്, എടുക്കുക. അതാ വലുതെടുത്തോ? ഇത് ബ്യൂട്ടി അങ്ങനെ നോക്കുമ്പോ കാണുന്നത്. ഹാർഡ് വർക്കിംഗ് ആണ്. ആര്? ഞാൻ വേർത്താ പഠിച്ചോലെ. ഞാൻ വീഡിയോ പിടിച്ചിട്ട് വേർത്തത്ര. അതന്നെ പറയണത്. വീഡിയോ സഹായിച്ചു. എന്റെ കയ്യിൽ എണ്ണ തെറിച്ചത് അറിഞ്ഞാ? അതിനിപ്പോ എന്താണ്? അയ്യടാ, നല്ല സുഖാണല്ലോ എണ്ണ തെറിച്ചു കഴിഞ്ഞാ. നല്ല നീറലായിരിക്കും. എന്റെ കൈ മെല്ലെ മുറിഞ്ഞിട്ട് മെല്ലെ ഉണങ്ങിയിട്ടുള്ളൂ. കണ്ട ബാത്റൂമിൽ എണ്ണ ഇതിലിങ്ങനെ പൂരി ഇടുമ്പോ തെറിച്ചു പറയാം. അത് അതിശയൊന്നും അല്ലല്ലോ നീഷ. നമുക്ക് കേട്ട് കേട്ട് പരിചയമുള്ളതാണ്. അമ്മ അത്താനെ വിളിക്ക്. വെളിച്ചം പോരാലെ, നമുക്ക് ഗ്യാസ് കുറച്ച് അങ്ങോട്ട് ഫുള്ളില് വെക്ക്. സിമ്മിൽ വെച്ചത് കൊണ്ടാണ് പൊങ്ങാത്തത്. ഇത് അവരൊക്കെ പെട്ടെന്ന് ഓട്ടയാക്കി തരും കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ആക്കും. നമ്മൾ പെട്ടെന്ന് ആക്കി അത് ചമ്മിപ്പോകും. ഇതാ, അയ്യോ സോറി. അവരൊക്കെ ഇങ്ങനെ ഒറ്റ കുത്തുമ്പോഴേക്കും അത് വരുന്നുണ്ട്. ഇവിടെ ഞാനൊന്ന് കുത്തിത്തരാം. വരുന്നുണ്ട് കേട്ടോ, ആവുന്നുണ്ട്. വെളിച്ചം പോരാ ക്യാമറ. ഇപ്പം നല്ല ക്ലിയർ ആയിട്ടാ.
ഷാഹിദു നിലവിളിക്കണ്ട. പറഞ്ഞോളി, മൈക്ക് വേണം. ഇങ്ങനെയല്ല നമ്മളിങ്ങനെ മിക്സ് ആക്കിയിട്ട് ആക്കണം. എൻ്റെ അടുത്ത് അന്ന് ആള് പറഞ്ഞതായിരുന്നു വാങ്ങാൻ ഉണ്ടാക്കാൻ വേണ്ടി. കണ്ട അതിപ്പോൾ ഇത്രയല്ലോ. എന്നിട്ട് അതൊക്കെ വേസ്റ്റ് ആകുമോ ചുട്ട് കൂട്ടിയിട്ട്? ഫില്ലിങ് കുറവാണല്ലോ, അതുകൊണ്ട് ചോദിച്ചത്. ഓണാക്കിയപ്പോൾ എല്ലാവരും സൈലന്റ് ആയിട്ടാ. വീട് നിശബ്ദമാവണമെങ്കിൽ ക്യാമറ ഓൺ ആവണം തോന്നുന്നുണ്ട്. ഷാഹിദിന് എന്ത് വേണം? അറിയില്ലെങ്കിൽ അവിടെ നിന്നു. തൈരൊഴിക്കൂ, തൈരൊഴിക്കൂ, തൈരൊഴിക്കൂ. അവൾക്ക് അറിയും അല്ലേ അനീഷ? പുളി ലാസ്റ്റ് വായില്, പുളി ലാസ്റ്റ് ഒഴിച്ചു കൊടുത്താൽ മതി വായില്. പുളി വേണ്ടവർ ഒഴിച്ചു കൊടുക്കാം, പുളി വേണ്ടവർക്ക് ഒഴിച്ചു കൊടുക്കാം, തൈര് വേണ്ടവർക്ക് ഇങ്ങനെ കൊടുക്കാം. പറയണ്ട. ചിന്നമ്മ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്, അതിനെ ഒഴിക്കാൻ സ്ഥലമില്ല പറഞ്ഞപ്പോൾ പറഞ്ഞത്. കടലി വിടണം. പക്ഷെ സത്യമായിട്ടും ഈ സാധനം ഇങ്ങനെ വായിൻ്റെ ഉള്ളിൽ ഇടുമ്പോ ഇതൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടാ. ഉള്ളത് പറയാലോ, വായിൽ ഒരട്ട ഇടലാണ് ഓരോരോ ബോളായിട്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ എത്രയും സാധനങ്ങൾ ഉണ്ടെന്ന് അറിയില്ല. ബീൻസാ, മല്ലിയല, മല്ലിയല. പുളിവെള്ളം ഒഴിക്കുക, ഒഴിക്കുക. അവനെയൊക്കെ സമ്മതിക്കണം അല്ലേ ഈ പാനിപ്പൂരി ഉണ്ടാക്കുന്ന ആളിനെ. ഇതിപ്പോ പാനിപ്പൂരിയാണോ? ഇനിയും സംഭവങ്ങൾ കുറെ ഉണ്ട്. തമ്പനയിലെടുക്കാം, ഒന്നും എടുക്കണം. എല്ലാരും കൂടെ, ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കാൻ പോവാണ്. സൂപ്പർ, അടിപൊളിട്ടാ. ഇതിലാ പുളിയില്ലേ, പുളി വെള്ളമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. തണുത്തു സൂപ്പർ. ഇല്ല, ഇനിയിപ്പം ഇത്രയും കൂടെ ചെയ്യാനുണ്ട് കേട്ടോ. അത് തണുക്കണ കാരണം ഞങ്ങൾ വേഗം എടുത്തതായിരുന്നു. അപ്പം ഇതും കൂടെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കഴിക്കും. ബാക്കി ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. വീണ്ടും പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ബൈ ഫ്രണ്ട്സ്, താങ്ക്